മക്കൾസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ JK. മക്കളെ, നമുക്ക് അടുത്ത നടക്കാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ആണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഏതാണ് നമ്മുടെ ചാപ്റ്റർ? പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്നുള്ള ചാപ്റ്റർ ആണ് അല്ലേ. ഈ ചാപ്റ്റർ നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പം മാക്സിമം എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കട്ടെ നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ ആവാഹിച്ചെടുക്കണം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പഠിക്കാൻ പോകുന്നതാ. ആദ്യം നമുക്ക് ഇതിനകത്ത് പഠിക്കൽ പ്രഷർ എന്നുള്ള ഭാഗം പഠിക്കണം. അതിനകത്ത് നമുക്കൊരു ഇക്വേഷനൊക്കെ പഠിക്കണം, അതിന്റെ യൂണിറ്റുകളൊക്കെ പഠിക്കുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് പ്രഷർ, അതായത് ദ്രാവകമർദ്ദം എന്നാണ്. പിന്നെ ഗ്യാസ് പ്രഷർ, വാതകമർദ്ദം. ഏറ്റവും അവസാനം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം. അപ്പൊ ഇനി നമ്മൾ സമയം കളയുന്നില്ല, ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. പ്രഷർ. ഈ പോയിന്റ് എല്ലാവരും വായിച്ച്. എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? യൂണിറ്റ് പരപ്പളവിൽ, ഒരു യൂണിറ്റ് പരപ്പളവിൽ, അതായത് നീളവും വീതിയും ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അങ്ങനെ ഒരു യൂണിറ്റ് പരപ്പളവിൽ ലംബമായി നേരെ താഴത്തേക്ക് അനുഭവപ്പെടുന്ന ആ ഒരു ഫലത്തിനെയാണ് നമ്മൾ എന്ത് പറയാം? മർദ്ദം എന്ന് പറയാം. അപ്പൊ പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി പെർ യൂണിറ്റ് ഏരിയ. ഇതാണ് നമ്മളെ പ്രഷർ. ഇതാണ് നമുക്ക് ആദ്യത്തെ പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ P ഈസ് ഈക്വൽ ടു F/A. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പഠിച്ചേക്കണം. P ഈസ് ഈക്വൽ ടു F/A. ഇതിൽ F എന്ന് പറഞ്ഞാൽ ത്രസ്റ്റ്, അതായത് വ്യാപക മർദ്ദം എന്ന് പറയുന്നു. A എന്ന് പറഞ്ഞാൽ ഏരിയ, പരപ്പളവ്, വിസ്തീർണം എന്ന് പറയുന്നു. P എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അങ്ങനെയെങ്കിൽ യൂണിറ്റ് കൂടി നമ്മൾ പഠിച്ചേക്കണം. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ ആണ്, ബൈ ഏരിയയുടെ യൂണിറ്റ് ആണ് മീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്ന പേര് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എന്താ പറയാ? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതിനെ നമ്മൾ പറയുന്ന പേര് പാസ്കൽ. അപ്പൊ നമ്മൾ പ്രഷർ എന്നുള്ള ഭാഗം പഠിച്ചേക്കുന്നത് പ്രഷർ ഈസ് ദ ഫോഴ്സ് ആക്ടിങ് നോർമലി യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ പ്രഷർ ലംബമായി അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്താ പറയാ? പ്രഷർ എന്ന് പറയുന്നത്. കാണാൻ ഇക്വേഷൻ ആണ് P ഈസ് ഈക്വൽ ടു F/A. അതിന് യൂണിറ്റ് എങ്ങനെയാണ് കണ്ടെത്തുക? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതിനെ നമ്മൾ എന്ത് പറയുന്നു? പാസ്കൽ. അപ്പൊ ഈ ഒരു ഏരിയ നമ്മൾ ശരിക്കും പഠിച്ചു വെക്കണം. ഇനി ഇതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഏരിയ കൂടിക്കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അങ്ങനെയെങ്കിൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ആ ഒരു കാര്യം ജസ്റ്റ് ഓർത്ത് വയ്ക്കണം. അപ്പൊ എന്താണ്? പ്രഷറും ഏരിയയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എപ്പോഴും ഓർത്ത് വയ്ക്കണം. അത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കറിയാം. കത്തി ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഒരു ആപ്പിൾ കട്ട് ചെയ്യുന്നു. അപ്പൊ ആ ആപ്പിളിന്റെ വായ്ഭാഗം എന്ന് പറഞ്ഞാൽ, മൗത്ത് എൻഡ് എന്ന് പറഞ്ഞാൽ വളരെ നൈസാണ്. അപ്പൊ ഏരിയ കുറവാണ്. അപ്പൊ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുന്നു. അപ്പൊ ഇവിടെ എന്താണ്? ഏരിയ എന്താണ്? കുറവാണെന്ന് ഓർത്തേക്ക്. ഇവിടെ എന്താണ്? ഏരിയ കുറവാണ്. അപ്പൊ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതാ ഇവിടെ കണ്ടല്ലോ ഒരു ഹിറ്റാച്ചി, ഒരു JCB പോലെ ഹിറ്റാച്ചി അല്ലേ. അത് ചളിയിലൂടെയൊക്കെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പോകില്ല. കാരണം എന്താണ്? അതിന്റെ ഈ വീലിന്റെ ഭാഗത്തൊക്കെ ഒരു ചെയിന് പോലെ ഇങ്ങനെ ഏരിയ കൂടുതലാണ്. ഇതിനെന്ത് കൂടുതലാണ്? ഏരിയ കൂടുന്നു. അപ്പൊ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പോൾ ചളിയിൽ പെട്ടെന്ന് താഴ്ന്നു പോകില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അടുത്തൊരു നെയിൽ ബഡ് ഉണ്ടല്ലേ. ഒരു ആണിയിൽ ചവിട്ടി എന്താ സംഭവിക്കുക? ഒരു ഒറ്റ ആണിയാണെങ്കിൽ ചവിട്ടി കഴിഞ്ഞാല് കാലിലൂടെ തുളഞ്ഞട് കയറും. പക്ഷെ ഇവിടെ തുളഞ്ഞു കയറാതെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ കടന്നുറങ്ങുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ബുക്കൊക്കെ വായിച്ചെടുക്കുക. കാരണം എന്താണ്? ഏരിയ കൂടുതലാണ്. അപ്പൊ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി നിങ്ങൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ബാഗൊക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നില്ലേ. അപ്പൊ ബാഗൊക്കെ എടുത്ത് പോകുന്ന ഈ ബാഗിന്റെ ഈ സ്ട്രാപ്പൊക്കെ കണ്ടിട്ടില്ലേ. അപ്പൊ എന്താണ്? ആ ബാഗിന്റെ സ്ട്രാപ്പ് വീതി കൂട്ടാൻ കാരണം ഏരിയ കൂടുന്നു. അപ്പൊ പ്രഷർ എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ ഒരു പ്രഷർ എന്നുള്ള ഭാഗത്ത് P ഈസ് ഈക്വൽ ടു F/A. ഏരിയ കൂടുതലാണെങ്കിൽ പ്രഷർ കുറയുന്നു. ഏരിയ കുറഞ്ഞാൽ പ്രഷർ എന്ത് ചെയ്യുന്നു? കൂടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. ഇത്രയും കാര്യം സെറ്റ് ആണല്ലോ. ഇതാണ് നമ്മളെ ആദ്യത്തെ ഭാഗം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോയിന്റ് ഇതെന്താണ്? ലെസ് ഏരിയ. ഏരിയ വളരെ കുറവാണ്. പരപ്പളവ് കുറവാണ്. അപ്പൊ മോർ പ്രഷർ. പരപ്പളവ് കുറഞ്ഞാൽ മർദ്ദം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അങ്ങനെ മോർ ഏരിയ എന്ന് പറഞ്ഞാല് വലിയ ഏരിയ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ലെസ് പ്രഷർ കുറയുന്നു. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ലോറി ചളിയിലൂടെ ഒക്കെ പോകുന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ആ ഒരു ചിത്രം കണ്ടിട്ടില്ലേ? അപ്പൊ ചളിയിലൂടെ പോകുന്ന സമയത്ത് ഡ്രൈവറോട് പറയേണ്ട ആ പലക ഇട്ടിട്ട് അതിന്റെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? താഴ്ന്നു പോകുന്നില്ല. അതൊക്കെ ഏരിയയുമായി ബന്ധപ്പെട്ടാണ്. അപ്പൊ ആദ്യത്തെ ഭാഗം ക്ലിയർ ആണല്ലോ, സെറ്റ് ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ, മനപ്രയാസമില്ലല്ലോ, ഒക്കെ ഓക്കെ. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചോളൂ. ഇനി രണ്ടാമത്തെ നമ്മൾ ഇതിനകത്ത് പഠിക്കും. നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കാം. രണ്ടാമത് നമ്മൾ പഠിക്കുന്നത് ലിക്വിഡ് പ്രഷർ, ദ്രാവകമർദ്ദം എന്നാണ്. ദ്രാവകമർദ്ദം, അതാണ് ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ദ്രാവകമർദ്ദം. ഈ ദ്രാവകമർദ്ദത്തിൽ നിങ്ങൾ പഠിക്കേണ്ട എത്രയുള്ളതാണ്? യൂണിറ്റ് പരപ്പളവിൽ ഒരു യൂണിറ്റ് ഏരിയ എടുത്തു. ആ പരപ്പളവിൽ എന്താണ്? യൂണിറ്റ് പരപ്പളവിൽ ഒരു ദ്രാവക ലംബമായി പ്രയോഗിക്കുന്ന ഫലമാണ് ദ്രാവകമർദ്ദം. ദ ഫോഴ്സ് എക്സേർഡ് ബൈ എ ലിക്വിഡ് നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയ.
ഇസ് കാൾഡ് എന്താണ് ലിക്വിഡ് പ്രഷർ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ. ഒരു യൂണിറ്റ് ഏരിയ നിങ്ങൾ വീതിയൊക്കെ ഒരേപോലെ ഇവിടെ നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വിചാരിക്കുക. അപ്പോൾ ഇതിൽ ലംബമായി നോർമലായി അനുഭവപ്പെടുന്ന ആ ഫോഴ്സിനെ നമ്മൾ എന്താ പറയുക ലിക്വിഡ് പ്രഷർ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ എന്താണ് ലിക്വിഡ് പ്രഷർ. നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് വിചാരിക്കുക. താഴേക്ക് പോകുന്തോറും ഡെപ്ത് കൂടുമ്പോൾ ആഴം കൂടുന്തോറും ദ്രാവകമർദ്ദം എന്ത് ചെയ്യുന്നു കൂടുന്നു. എന്താണ് ഡെപ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലിക്വിഡ് പ്രഷർ എന്ത് ചെയ്യുന്നു കൂടുന്നു എന്ന് ഓർത്തേക്കുക. അങ്ങനെയെങ്കിൽ ഡെപ്ത് ആഴം കുറഞ്ഞാൽ ലിക്വിഡ് പ്രഷർ എന്ത് ചെയ്തു കുറയുന്നു. ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തു വയ്ക്കണം. കാരണം പരീക്ഷയ്ക്ക് പല ചിത്രങ്ങൾ തരും. ഇപ്പൊ ഈ ഒരു ചിത്രത്തേക്ക് ഇവിടെ ഹൈ പ്രഷറാണ്, ഇവിടെ ലോ പ്രഷറാണ്. അപ്പൊ ഹൈ പ്രഷറിൽ വെള്ളം എന്ത് ചെയ്യുന്നു കൂടുതൽ ഫോഴ്സോട് കൂടി പമ്പ് ചെയ്യും. ഇനി കുറച്ച് മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ ഇങ്ങനെ കുറയും. അപ്പൊ പമ്പ് ചെയ്യുന്നതിന്റെ അളവ് എന്ത് ചെയ്യുന്നു കുറയുന്നു. അപ്പൊ ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്തു വെക്കണം. എന്താണ് ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു. പ്രഷർ ഇൻക്രീസ് ആസ് ദ ഡെപ്ത് ഇൻ ലിക്വിഡ് ഇൻക്രീസ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പരീക്ഷയ്ക്ക് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വയ്ക്കണം. ഇനി അതോടൊപ്പം തന്നെ ഇതിൽ പഠിക്കേണ്ട അടുത്തൊരു പോയിന്റ്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ഒരു പോയിന്റ് ഇക്വേഷൻ തന്നിട്ടില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറഞ്ഞുതരാം. എന്താണ് ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. എന്താണ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ലിക്വിഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകം എന്നാണ് ഒന്നാമത്തെ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, അതായത് ദ്രാവക യൂപത്തിന്റെ ഉയരം എന്നാണ്. രണ്ടാമത്തെ ദ്രാവകത്തിന്റെ സാന്ദ്രത. മൂന്നാമത്തെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നില്ല, പക്ഷെ ഓർത്ത് വയ്ക്കുക എന്താണ് ഗുരുത്വാകർഷണ ത്വരണമുള്ള എന്താണ് ബലം അല്ലെങ്കിൽ ത്വരണം എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്താണ് ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം എന്ന് ഓർത്ത് വയ്ക്കുക, ഡെൻസിറ്റി എന്ന് ഓർത്ത് വയ്ക്കുക, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇത് നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ഇക്വേഷൻ തന്നിട്ടില്ല, പക്ഷേ നിങ്ങൾ ഓർത്ത് വയ്ക്കുക ദ്രാവകമർദ്ദം കണ്ടെത്താൻ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P=HdG. എന്താണ് P=HdG, അതായത് H എന്ന ഹൈറ്റ്, ഡെൻസിറ്റി, ഇത് രണ്ടും നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ ഈ ഒരു കാര്യം കൂടി അതിനൊപ്പം പഠിച്ചു വയ്ക്കുക. ഇനി അതോടൊപ്പം തന്നെ ദ്രാവകമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് വെച്ചാൽ അതും ഓർത്ത് വയ്ക്കുക. ഏതാണ് അതിനാണ് ദ്രാവക മാപിനി. എന്താണ് പറയുക മർദ്ദമാപിനി എന്ന് പറയുന്നു. ദ്രാവക മാപിനി അല്ല മർദ്ദമാപിനി. അതിന് നമ്മൾ മാനോമീറ്റർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലിക്വിഡ് പ്രഷറും അതേപോലെ തന്നെ ഗ്യാസസ് പ്രഷറും നമുക്ക് കണ്ടെത്താൻ നമ്മൾ ഈ ഒരു മാനോമീറ്റർ ആണ് ഉപയോഗിക്കുക എന്നുള്ളത് കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഡെപ്ത് ആഴം കൂടിക്കഴിഞ്ഞാൽ ദ്രാവകമർദ്ദം എന്ത് ചെയ്യുന്നു ലിക്വിഡ് പ്രഷർ ഇത് കൂടുന്നു. അതുകൊണ്ട് ഡാമുകളൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ഈ ഡാമിന്റെ അടിയിൽ ഭാഗത്തുള്ള തിക്കായിട്ടുള്ള വാളായിരിക്കും, കട്ടി കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്നതും തിന്നാവും. കാരണം എന്താണ് താഴെ എന്താണ് പ്രഷർ വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഡാമൊക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമൊക്കെ ആണല്ലോ ഇപ്പൊ തുറന്നിട്ടുണ്ടല്ലേ മഴക്കാലം ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ വീതി കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ലിക്വിഡ് പ്രഷർ വളരെ കൂടുതൽ, ദ്രാവകമർദ്ദം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം കൂടി ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. അപ്പൊ ദ്രാവകമർദ്ദം എന്നുള്ള ഏരിയയിൽ നമുക്ക് അത്രയും കാര്യങ്ങൾ എന്തൊക്കെ പഠിക്കേണ്ടത്. ദ്രാവകമർദ്ദത്തിൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഓർത്ത് വയ്ക്കണം. ഡെപ്ത് കൂടിയാൽ ലിക്വിഡ് പ്രഷർ കൂടുന്നു. ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി അടുത്ത നമുക്ക് ഗ്യാസ് പ്രഷറാണ്, വാതകമർദ്ദം. വാതകമർദ്ദം പറയുമ്പോൾ ഇതേപോലെ തന്നെ എന്താണ് യൂണിറ്റ് പരപ്പളവിൽ ഒരു ദ്രാവകം എന്നുള്ളടത്ത് വാതകം എന്നാക്കുക. യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ഫലമാണ് വാതകമർദ്ദം. എന്താണ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്യാസ്. അവിടെ ലിക്വിഡ് കൊടുത്താൽ ദ്രാവകമർദ്ദം, ഗ്യാസ് കൊടുത്താൽ ഗ്യാസസ് പ്രഷർ. നോർമലി ഓൺ എ യൂണിറ്റ് ഏരിയസ് കാൾഡ് എന്താണ് ഗ്യാസസ് പ്രഷർ, ഗ്യാസ് പ്രഷർ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഇവിടെയും ഇതിനെ സ്വാധീനിക്കുന്ന ഘടകം. നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള മുഴുവൻ കൺസെപ്റ്റുകൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക. കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറഞ്ഞാൽ കണികകളുടെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഇനി അടുത്ത വ്യാപ്തം, വോളിയമാണ്. അടുത്ത ടെമ്പറേച്ചർ, താപനിലയാണ്. അപ്പോൾ വാതകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇതുകൂടി ഓർത്തു വെക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കും. അപ്പോൾ നമ്മൾ വാതകമർദ്ദത്തിൽ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇനി ഏറ്റവും അവസാനത്തെ ഏതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം. നമ്മൾ അന്തരീക്ഷത്തിലേക്കില്ലേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭൂമിയുടെ ചുറ്റുഭാഗത്ത് ഒരുപാട് വായുവൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏരിയയാണ് അന്തരീക്ഷം. മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കുറയുന്നു, താഴേക്ക് വരുന്തോറും അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കൂടുന്നു. അപ്പോൾ ആ ഒരു കാര്യവുമായി ബേസ് ചെയ്തിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഭൂമിയുടെ എർത്ത് സർഫസിലാണെങ്കിൽ ഇവിടെ വായു മോളിക്യൂൾസ്, അതായത് വാതക തന്മാത്രകളും പൊട്ടിപടലങ്ങളൊക്കെ ഇതിൻ്റെ അവിടെ അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുന്നതോടെ അതിൻ്റെ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു, സാന്ദ്രത എന്ത് ചെയ്യുന്നു കുറയുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഏത് ഭാഗത്തുണ്ടാവുക, താഴെ ഭാഗത്തായിരിക്കും ഓർത്ത് വയ്ക്കാം. അപ്പം നിങ്ങളിവിടെ പഠിക്കേണ്ട ഒരു കാര്യം, അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ഓർത്തേക്ക് രസബാരോമീറ്റർ, മെർക്കുറിക് ബാരോമീറ്റർ എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ശ്രദ്ധിക്കണം, അന്തരീക്ഷ മർദ്ദം
0.76 മീറ്റർ ആവും ഇതിൻ്റെ രസമീറ്ററിൻ്റെ അളവ്, ഹൈറ്റ് എന്ന് കാണിക്കുക. ഈ 0.76 മീറ്ററിന് പകരം ചിലപ്പോൾ സെൻറ്റിമീറ്റർ ചോദിക്കും. അപ്പോൾ 76 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പോൾ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ബാറാണ്. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ബാരോമീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ 1 അറ്റ്മോസ്ഫിയർ പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.76 മീറ്റർ ആണെന്ന് ഓർത്ത് വയ്ക്കുക. സെൻറ്റിമീറ്ററിലാണെങ്കിൽ 76 സെൻറ്റിമീറ്റർ എഴുതിയാൽ മതി. പിന്നെ ബാരോമീറ്റർ എന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ബാർ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിത്രം തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളും വരിക. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ പഠിച്ചു. ഇതുവരെ നമ്മുടെ ലൈവ് ക്ലാസ് കാണാത്തവരും ഇതുവരെ ട്യൂഷനൊന്നും പോകാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമ്മുടെ സൈലത്തിൻ്റെ യോധ ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ ഈ ചാപ്റ്ററൊക്കെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. അതുവരെ ഒരു ട്യൂഷന് പോകാത്ത കുറേ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് ഇടങ്ങേറായി നിൽക്കുന്ന ആ കുട്ടികൾക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തീർത്ത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഈ വീഡിയോ കാണുക, അടിപൊളിയാക്കുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമ്മൾ യോധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, ബൈ.